2023 ഓഗസ്റ്റ് 28 നല്ല വെയിലുള്ള ഒരു ഉച്ച സമയം പെൻസിൽവാനിയയിലെ എറി എന്ന നഗരത്തിലെ മാമാ മിയാസ് പിസേരിയ എന്ന പിസ ഷോപ്പിലേക്ക് ഒരു കോൾ വരുന്നു. 2 പിസ ഓർഡർ ചെയ്തുകൊണ്ടുള്ള തികച്ചും സാധാരണമായ ഒരു കോളായിരുന്നു അത്. ഓണർ ഉടനെ തന്നെ പിസ റെഡിയാക്കി തന്റെ വിശ്വസ്തനായ ജോലിക്കാരൻ ബ്രയാൻ ഡഗ്ലസ് വെൽ എന്ന സ്റ്റാഫിനെ വിളിച്ച് ഡെലിവറിക്ക് അയക്കുന്നു. ഏകദേശം 46-നോടടുത്ത് പ്രായം വരും ബ്രയാന്. വിദ്യാഭ്യാസം വളരെ കുറവാണെങ്കിലും തന്റെ വിനീതമായ പെരുമാറ്റം കൊണ്ട് ബ്രയാൻ കസ്റ്റമേഴ്സിനിടയിൽ ഒരു നല്ല പേരുണ്ടാക്കിയിട്ടുണ്ട്. അല്പം കഴിഞ്ഞ് അതേ നഗരത്തിലുള്ള ഒരു ബാങ്ക് റോബറിയുടെ വാർത്ത കേട്ടാണ് പിസ ഷോപ്പ് ഓണർ ടിവിയിലേക്ക് ശ്രദ്ധിക്കുന്നത്. ടിവിയിൽ കണ്ട കാഴ്ച ഓണറിനെ ശരിക്കും നടുക്കിയിരുന്നു. കാരണം അല്പം മുമ്പ് താൻ ഡെലിവറിക്ക് അയച്ച തന്റെ വിശ്വസ്തനായ സ്റ്റാഫ് അതാ ബാങ്ക് റോബറി കേസിൽ മറ്റൊരു വസ്ത്രം ധരിച്ച് പോലീസ് പിടിയിൽ നിൽക്കുന്നു, അതും കഴുത്തിൽ ഒരു ബോംബ് ധരിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ ബ്രയാൻ എങ്ങനെയാണ് ആ കേസിലേക്ക് എത്തിപ്പെടുന്നത്? അയാൾക്ക് ശരിക്കും അതിൽ പങ്കുണ്ടോ? ആരാണ് യഥാർത്ഥ കുറ്റവാളികൾ? 7 വർഷമെടുത്ത് പോലീസ് യഥാർത്ഥ കുറ്റവാളികളെ പിടിച്ചുവെങ്കിലും പല കാര്യങ്ങളിലും ഇന്നും ദുരൂഹത തുടരുന്നുണ്ട്. FBI വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് കേസ് എന്ന് വിശേഷണം നൽകിയിട്ടുള്ള ദ കോളർ ബോംബ് ഹൈസ്റ്റിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഓഗസ്റ്റ് 28 ഉച്ചയ്ക്ക് 2:30 ബ്രയാൻ വെൽസ് എന്ന മധ്യവയസ്കൻ പെൻസിൽവാനിയയിലുള്ള PNC ബാങ്കിലേക്ക് ഒരു വാക്കിംഗ് സ്റ്റിക്കോടെ നടന്നു വരുന്നു. അദ്ദേഹം ധരിച്ചിരുന്നത് വെളുത്ത ടീഷർട്ടാണ്. കഴുത്തിന്റെ ഭാഗത്ത് വിചിത്രമായ ഒരു വലിപ്പമുണ്ടായിരുന്നു. ബാങ്കിൽ ക്യൂ നിന്നവരെ പിന്നിലാക്കി അയാൾ വേഗത്തിൽ നടന്ന് ക്യാഷ് കൗണ്ടറിൽ ചെന്നു. അവിടെ ഉണ്ടായിരുന്ന ലേഡിക്ക് ഒരു കുറിപ്പ് നൽകുന്നു. നിങ്ങൾക്ക് 15 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. അതിനുള്ളിൽ $2,50,000 നിറച്ച് ഒരു ബാഗ് കൈമാറണം എന്നായിരുന്നു ആ കുറിപ്പിലുണ്ടായിരുന്നത്. അതിനുശേഷം അയാൾ തന്റെ ടീഷർട്ട് അല്പം താഴ്ത്തി കഴുത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ടൈമറോട് കൂടിയ ഒരു ബോംബ് കാണിച്ചു കൊടുക്കുന്നു. തന്റെ വാക്കിംഗ് സ്റ്റിക്ക് ഉയർത്തി അതൊരു പ്രത്യേക രീതിയിൽ നിർമ്മിച്ച തോക്കാണെന്നും പറയുന്നു. ഏതെങ്കിലും രീതിയിൽ എതിർക്കാൻ ശ്രമിച്ചാൽ എല്ലാവരും മരണത്തിന് ഇരയാകുമെന്ന് ബ്രയാൻ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ ബാങ്കിന്റെ സേഫ് ലോക്കറിന്റെ താക്കോൽ മാനേജറുടെ കയ്യിലാണെന്നും അയാൾ ആ സമയം അവിടെ ഇല്ലാത്തതിനാൽ 15 മിനിറ്റിനുള്ളിൽ അത്രയും പണം നൽകാൻ സാധിക്കുകയില്ല എന്ന് കാഷ്യർ പറയുന്നു. തന്റെ ക്യാബിനിൽ $8,702 മാത്രമേ ഉള്ളൂ എന്നും അത് നൽകാമെന്നും കാഷ്യർ സമ്മതിക്കുന്നു. അതും വാങ്ങി പുറത്തിറങ്ങിയ ബ്രയാൻ തന്റെ കാറുമെടുത്ത് രക്ഷപ്പെട്ട് എങ്ങോട്ടോ പോകുന്നു. എന്നാൽ ഏകദേശം 15 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് പിന്തുടർത്തെത്തി ബ്രയാനെ അറസ്റ്റ് ചെയ്യുന്നു. ബ്രയാന്റെ കഴുത്തിലെ ടൈമർ അപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ പോലീസുകാർ ബ്രയാനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല, റോഡിൽ തന്നെ ഇടുന്നു. എന്നാൽ 3 കറുത്ത വർഗ്ഗക്കാർ തന്റെ കഴുത്തിൽ ഈ ബോംബ് ഘടിപ്പിച്ചുവെന്നും ബാങ്ക് കൊള്ളയടിക്കാൻ നിർബന്ധിച്ചുവെന്നും ബ്രയാൻ പറയുന്നുണ്ട്. താൻ നിരപരാധിയാണെന്നും അവർ തന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്നും വൈകുന്ന ഓരോ നിമിഷവും ഈ ബോംബ് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണെന്നും ബ്രയാൻ കരഞ്ഞു പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ബോംബ് സ്ക്വാഡിനെ വിളിച്ച് അതിനുവേണ്ടി കാത്തുനിന്നു. അപ്പോഴെല്ലാം ബ്രയാന്റെ കഴുത്തിലെ ഉപകരണം കൂടുതൽ ഉച്ചത്തിലും വേഗത്തിലും ബീപ്പ് ചെയ്യാൻ തുടങ്ങി. ബീപ്പ് ശബ്ദം വളരെ ഉയർന്ന സാഹചര്യത്തിൽ പോലീസുകാർ പതിയെ പുറകിലേക്ക് മാറി. ബോംബ് സ്ക്വാഡ് അവിടെ എത്തുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ ബോംബ് പൊട്ടിത്തെറിച്ചു. അദ്ദേഹത്തിന്റെ ശരീരം ഛിന്ന ഭിന്നമായി. ബ്രയാൻ വെൽസിന്റെ മരണം പല ചാനലുകളും വിവിധ കോണുകളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് തത്സമയം സംപ്രേഷണം ചെയ്തു. ബ്രയാൻ വെൽസിന്റെ കാറിൽ നടത്തിയ വിശദമായ അന്വേഷണത്തിന് ഫലമായി കൈകൊണ്ടെഴുതിയ ചില നോട്ടുകൾ പോലീസുകാർ കണ്ടെടുക്കുന്നു. ബ്രയാൻ വെൽസിന് ചെയ്യാനുള്ള കാര്യങ്ങളായിരുന്നു ആ നോട്ടുകളിൽ. ആദ്യം ബാങ്ക് കൊള്ളയടിക്കണമെന്നും പിന്നീട് ബ്രയാൻ ധരിച്ചിരിക്കുന്ന ബോംബ് പ്രവർത്തനരഹിതമാക്കാനുള്ള താക്കോലുകൾ, കോഡുകൾ കണ്ടെത്തുന്നതിനുള്ള ചെറിയ ചെറിയ ടാസ്കുകളായിരുന്നു അതിൽ. സോ മൂവിയിൽ നമ്മൾ കണ്ട അത്രയും ഭയാനകമല്ലെങ്കിൽ പോലും ഏകദേശം അതുപോലെ. ബ്രയാൻ വെൽസിനെ പോലെയുള്ള ഒരാൾക്ക് ആ സമയത്തിനുള്ളിൽ അത്രയും ടാസ്കുകൾ ചെയ്ത് ബോംബ് നിർവീര്യമാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ബ്രയാന്റെ കാറിൽ നിന്നും ലഭിച്ച നോട്ടുകളുടെ പുറകെ പോകുകയാണ് ആദ്യം പോലീസ് ചെയ്തത്. അതിലെ പസിലുകൾ സോൾവ് ചെയ്ത് അടുത്തടുത്ത ക്ലൂകൾ കണ്ടെത്തുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലീസിന്റെ നീക്കം മനസ്സിലാക്കി ആരോ തുടർന്നുള്ള ക്ലൂകൾ നശിപ്പിച്ചതായി പോലീസ് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനു പുറകിൽ മറ്റാരൊക്കെയോ ഉണ്ടെന്ന നിഗമനത്തിൽ പോലീസ് എത്തുന്നു. ഈ ഒരു സംഭവങ്ങളെല്ലാം നടന്ന് കുറച്ചു നാൾക്ക് ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരു കോൾ വരുന്നു. കോൾ വിളിച്ചയാളുടെ പേര് വില്യം റോത്ത്സ്റ്റെയിൻ. അയാൾക്ക് വളരെ ഗൗരവമേറിയ ഒരു കാര്യം പോലീസിനെ ധരിപ്പിക്കാനുണ്ട്. അതായത് അയാളുടെ ഒരു ഫ്രണ്ട് മാർജോറി എന്ന് പറയുന്ന സ്ത്രീ അവളുടെ കാമുകനെ കൊന്ന് അയാളുടെ ബോഡി മറയ്ക്കാൻ വില്യമിന്റെ ഹെൽപ്പ് ചോദിച്ചിരുന്നു. വില്യമിന്റെ വീട്ടിൽ ഒരു ഹിഡൻ ഫ്രീസർ ഉണ്ട്. അതിൽ ബോഡി വെച്ചുകൊണ്ട് വില്യം അവളെ ഹെൽപ്പ് ചെയ്തു. എന്നാൽ വില്യമിന് ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ട്.
ആ ഒരു വിവരം പോലീസിനെ അറിയിക്കാനാണ് അയാൾ വിളിച്ചത്. പോലീസ് ഉടനെ തന്നെ വില്യമിന്റെ വീട്ടിലെത്തുകയും ഫ്രീസറിൽ നിന്നും ബോഡി കണ്ടെടുക്കുകയും ചെയ്തു. എന്നാൽ അവിടെ നിന്നും പോലീസിന് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ കുമ്പസാരം നടത്തിയിരിക്കുന്ന വില്യം എന്തോ ഒരു കാരണത്താൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി വില്യം എഴുതി തയ്യാറാക്കിയ ഒരു ആത്മഹത്യക്കുറിവും പോലീസ് കണ്ടെത്തുന്നുണ്ട്. ആ കുറിപ്പിലെ അവസാന വരികൾ ഇങ്ങനെയായിരുന്നു: ഈ ബോഡി ഒളിപ്പിക്കാൻ ഞാൻ കൂട്ടുനിന്നുവെങ്കിലും മുൻപ് നടന്ന PNC ബാങ്ക് റോബറിയിൽ എനിക്ക് നേരിട്ട് ബന്ധമില്ല. ഈ കാരണം മുൻനിർത്തി വില്യമിനെ ചോദ്യം ചെയ്യുമ്പോൾ വില്യം സമ്മതിക്കുന്നു, ഞാനും എൻ്റെ ഫ്രണ്ട് മാർജോരിയും മറ്റൊരാളും ചേർന്നാണ് ബാങ്ക് റോബറി പ്ലാൻ ചെയ്തത് എന്ന്. എന്നാൽ ഈ കാര്യത്തിന് കാര്യമായ തെളിവുകൾ അപ്പോൾ ലഭിക്കാത്തതിനാൽ കാമുകനെ കൊന്ന കുറ്റത്തിന് മാർജോരിയെയും ഒളിപ്പിച്ച കുറ്റത്തിന് വില്യമിനെയും ജയിലിലടയ്ക്കുന്നു. ജയിലിലടച്ച് ഏകദേശം 1 വർഷത്തിനുള്ളിൽ തന്നെ വില്യം ക്യാൻസർ സംബന്ധമായ അസുഖം മൂലം മരണപ്പെടുന്നു. ഒരുപക്ഷെ വില്യം കുമ്പസാരം നടത്താനുള്ള കാരണവും ഈ അസുഖം തന്നെയായിരിക്കാം. ഈ ഒരു സമയത്ത് മാർജോരി പോലീസിനോട് പറയുന്നുണ്ട്, ഈ ജയിലിലെ ടോർച്ചർ എനിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. എന്നെ ഇവിടെ നിന്ന് മാറ്റി ശിക്ഷകൾ കുറഞ്ഞ ഒരു ജയിലിലേക്ക് മാറ്റുകയാണെങ്കിൽ ബാങ്ക് റോബറിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ ഞാൻ നൽകാമെന്ന്. മാർജോരിയുടെ ഡിമാൻഡ് സ്വീകരിച്ച് അവളെ മറ്റൊരു ജയിലിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ച് മാർജോരി എല്ലാം തുറന്നു പറയുന്നുണ്ട്. മാർജോരി ഡെഹിൽ ആംസ്ട്രോങ് പഠനത്തിൽ ബഹുമിടുക്കിയായിരുന്നുവെങ്കിലും ഒരു ദുഷ്ട മനസ്സിനുടമയായിരുന്നു. അവളുടെ അച്ഛൻ നഗരത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സമ്പന്നനായിരുന്നു. അച്ഛന്റെ മരണശേഷം സമ്പത്തെല്ലാം തനിക്കാണെന്ന് മനസ്സിലാക്കിയ അവൾ അച്ഛനെ കൊന്ന് സ്വത്ത് തട്ടിയെടുക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഇതിന് തന്റെ ഫ്രണ്ടായ വില്യവുമായി ഷെയർ ചെയ്യുന്നു. മാർജോരിയുടെ അച്ഛനെ കൊല്ലാൻ വേണ്ടി ഒരാളെ തപ്പിയുള്ള അന്വേഷണം ചെന്നുനിന്നത് കെൻ എന്ന വ്യക്തിയിലായിരുന്നു. അയാൾ ഒരു ഡ്രഗ് ഡീലറാണ്. കൊലപാതകത്തിന് പാരിതോഷികമായി കെൻ $2,50,000 ആവശ്യപ്പെടുന്നു. ഈ പണം കണ്ടെത്താനായി 3 പേരും ചേർന്ന് PNC ബാങ്ക് കൊള്ളയടിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ബാങ്കിനുള്ളിൽ കയറി കൊള്ളയടിക്കാൻ 3 പേർക്കും സമ്മതമായിരുന്നില്ല. ആയതിനാൽ പുറത്തുനിന്നും ഒരാളെ കണ്ടെത്താനായി അവർ ശ്രമിക്കുന്നു. ഈ സമയത്താണ് കെന്നിന്റെ ഒരു സുഹൃത്തിനോട്, ജെസീക്ക എന്നൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിനോട് ഒരു ജോലി ചെയ്യാൻ കണ്ടാൽ മാന്യനായ ഒരാളെ ആവശ്യമുണ്ടെന്ന് അറിയിക്കുന്നത്. അതിനു പകരമായി അവൾക്ക് പണവും ഡ്രഗും നൽകാമെന്ന് കെൻ ഓഫർ ചെയ്യുന്നു. അങ്ങനെ ജെസീക്ക വഴി പോലീസ് ഒരിക്കലും സംശയിക്കാത്ത സമൂഹത്തിൽ നല്ല പേരുള്ള പിസ്സ ഡെലിവറി ഡ്രൈവറായിരുന്ന ബ്രയൻ ഡഗ്ലസ് വെൽസിലേക്ക് എത്തി നിൽക്കുന്നു. ബ്രയനെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് അവർ തങ്ങളുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്നും ബ്രയൻ അങ്ങനെ ഒരാളല്ല എന്നും ബ്രയാന്റെ വീട്ടുകാരും അറിയുന്നവരും വാദിക്കുന്നുണ്ട്. മാർജോരി ഇങ്ങനെ കുറ്റസമ്മതം നടത്തുന്ന സമയത്ത് തന്നെ ഒരു ഡ്രഗ് കേസിൽപ്പെട്ട് കെന്നും ആ സമയത്ത് ജയിലിലാണ്. ഈ സംഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ കെന്നും കുറ്റസമ്മതം നടത്തുന്നുണ്ട്. വിചാരണ നടത്തി നേരത്തെ ഒരു കൊലപാതകത്തിന്റെ പേരിൽ ജീവപര്യന്തം മരിച്ചുകൊണ്ടിരിക്കുന്ന മാർജോരിക്ക് വീണ്ടും 30 വർഷം ശിക്ഷ കൂടി വിധിക്കപ്പെടുന്നു. കെന്നിന് 45 വർഷത്തെ ശിക്ഷയും വിധിക്കപ്പെടുന്നു. ബ്രയാനെ കെന്നിന് പരിചയപ്പെടുത്തിയ ജെസീക്കയ്ക്ക് ഇവരുടെ പ്ലാനിങ്ങിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്ന് മനസ്സിലാക്കിയ പോലീസുകാർ അവളെ കേസിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ദ കോളർ ബോംബ് ഹൈസ്റ്റിൽ ഉൾപ്പെട്ട പ്രതികളെ പിടികൂടി കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് സാധിച്ചുവെങ്കിലും ചില ദുരൂഹതകൾ ഇന്നും ബ്രയന്റെ കാര്യത്തിൽ തുടരുന്നുണ്ട്. അതിലൊന്ന്, ബ്രയാൻ വെൽസ് ഒരു ഇരയോ അതോ ഈ കേസിലെ പങ്കാളിയോ? മരണപ്പെട്ട ബ്രയാൻ വെൽസിനെ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട് എങ്കിലും അയാളെ അറിയുന്നവർക്കെല്ലാം എതിരഭിപ്രായമാണ്. സ്വന്തം ജീവൻ കളഞ്ഞ് അയാൾ ഈ കൊള്ളയ്ക്ക് മുതിരുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.